ഹായ് നമ്മൾ ഇന്ന് നമുക്ക് നമ്മുടെ ഫാമിലീനെ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഒന്നാമത് ഇത് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. കാരണം ഭാര്യമാർ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ മിക്ക ആളുകളും എന്ന് പറഞ്ഞാൽ അവർ കുറ്റം മാത്രമാണ് കണ്ടുവെക്കാൻ ശ്രമിക്കുന്നത്. അവരെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അവർ കൺസിഡർ ചെയ്യേയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ അമ്മയും മരുമകളും തമ്മിൽ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ ആ നാത്തൂനും ഭാര്യയും ആര് തമ്മിൽ പ്രശ്നമാണെങ്കിലും, അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഇപ്പം എന്താ പറയുക, അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് രണ്ട് വാക്കൊരു പോട്ടെ, സാരമില്ല, നീ ക്ഷമിക്കുക, എനിക്കാണല്ലോ അവരെക്കാൾ വിവരം കൂടുതൽ, ഇല്ല നിനക്കാണല്ലോ പഠിപ്പ് കൂടുതൽ, അല്ലെങ്കിൽ നീ ആണല്ലോ അവരെക്കാൾ ഇളയത്, അവർ മൂത്ത ആളല്ലേ, നീ ഒന്ന് ക്ഷമിക്കുക. അവർ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞാലേ ഈ വലിയ ആന പോലത്തെ പ്രോബ്ലം സോൾവ് ആവുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? കുടുംബങ്ങളെ വിളിച്ചു കൂട്ടുന്നു, കൂട്ടുകാരോട് പറയുന്നു, മറ്റുള്ളവരോട് പറയുന്നു, വലിയ വലിയ കുലുമാലുകളാക്കുന്നു ഇത്. അപ്പോൾ ഈ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും കണ്ടെത്താം. നമ്മുടെ കുടുംബത്തിൽ എത്ര പ്രശ്നം ഉണ്ടായാലും നമുക്ക് യോജിച്ച് പോകാൻ പറ്റും ഈ 2-3 വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട്. ഒന്ന് തോളിൽ തട്ടി, അല്ലെങ്കിൽ ഒന്ന് തോളിൽ തട്ടി, അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്ത് ആ സ്വന്തം ഭാര്യനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു 2-3 വാക്കുകൾ കൊണ്ടില്ലേ നിങ്ങളുടെ ഏത് കുറവുകളും കുറ്റങ്ങളും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ കുട്ടി സഹിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇത് മനസ്സിലാക്കാണ്ട് അവൾ അങ്ങനെയാണ്, അവൾ ഭദ്രകാളിയാണ്, അവളുടെ സ്വഭാവം ശരിയില്ല, അവൾ അമ്മനെ കണ്ടുകൂടാ, അച്ഛനെ കണ്ടുകൂടാ, റിലേറ്റീവ്സിനെ കണ്ടുകൂടാ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വരുമ്പോൾ എന്ന് വെച്ചാൽ അവൾക്കറിയില്ല ആ വീട്ടിൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇതൊക്കെ ചെയ്തുകൂടാ, ചെയ്യില്ല, ചെയ്താൽ കൂടിപ്പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളായിട്ടാണ് ഈ പെൺകുട്ടി വരുന്നത് വീട്ടിൽ. അപ്പോൾ അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഹസ്ബൻഡിൻ്റെ ഒരു ചുമതലയാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങളെ ഹസ്ബൻഡുമാരെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു വൈഫിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവൾ എത്ര മോശക്കാരിയാണെങ്കിലും അവളെ എന്ത് ചെയ്യുക, ഈ 2-3 വാക്കുകൾ കൊണ്ട് ചേർത്ത് നിർത്തിയാലില്ലേ അവളെ നിങ്ങൾ അങ്ങേ അറ്റത്തെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കാനും നിങ്ങളെ എന്ത് കുറവുകൾ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ അവൾ തയ്യാറാവും എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, കുറ്റം പറയുന്നതല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനിച്ചാൽ, ഭർത്താക്കന്മാരുടെ വീട്ടിൽ വെച്ച് അപമാനിച്ചാൽ എന്ന് വെച്ചാൽ അവൾക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം തന്നെ നാശകോശമാവുകയും ചെയ്യും.